ഓൾ റൈറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇപ്പോഴത്തെ മാർക്കറ്റ് ഒരു ബെയർ ഫേസിൽ കിടക്കുകയാണ്. അന്നേരം എന്തെങ്കിലും ഒരു മോശമായ ന്യൂസ് വന്നു കഴിഞ്ഞാൽ ആ ബെയർ ഫേസിനെ ആക്സിലറേറ്റ് ചെയ്താണ് താഴോട്ട് കൊണ്ടുവന്നത്. ഒരു നല്ല ന്യൂസ് വന്നു കഴിഞ്ഞാലോ ആ നല്ല ന്യൂസിന് ആ ബെയർ മാർക്കറ്റിനെ കാര്യമായിട്ടൊന്നും ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ റിവേഴ്സാണ്. ഒരു ബുൾ മാർക്കറ്റിൻ്റെ സമയത്ത് ഒരു മോശമായ ന്യൂസ് വന്നു കഴിഞ്ഞാൽ നോബഡി ബോദേഴ്സ്. അതൊന്ന് പോസ് ചെയ്തിരിക്കും, പിന്നെ വടക്കോട്ട് തിരിച്ചങ്ങ് പോകും. പക്ഷേ ഒരു നല്ല ന്യൂസ് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ, ബുൾ മാർക്കറ്റിൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ അതിനൊരു ബൂസ്റ്റ് കിട്ടി അത് ഇച്ചിരൂടും ആക്സിലറേറ്റ് ചെയ്ത് മുമ്പോട്ട് അങ്ങ് പോകും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. അതെന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു 6 മാസം കൂടെ ഇതുപോലെ ബെയർ ഫേസിൽ തന്നെ കിടക്കും മിനിമം. അതിൽ കൂടുതൽ പോവുമോ ഇല്ലയോ എന്നുള്ള കാര്യം അന്നേരം ഞാൻ പറയാം. അതുകൊണ്ട് നിങ്ങൾ ഫോമോ ബൈയിങ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സമാധാനമായിട്ട് ബൈ ചെയ്താൽ മതി. ഡോണ്ട് വറി, ദ സ്റ്റോക്ക് മാർക്കറ്റ് വിൽ റിമെയിൻ ഇൻ ദിസ് ബെയർ ഫേസ് ഫോർ ക്വൈറ്റ് സം മോർ ടൈം. കാരണം എന്താണെന്നറിയാമോ? മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്. ഈ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കോ ഒരു പർട്ടിക്കുലർ കൺട്രിയോ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ മാത്രം ബാധിക്കുന്ന ഒരു പരിപാടിയല്ല. മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലോബൽ എക്കണോമിയെ ബാധിക്കുന്ന കാര്യമാണ്. അത് ഗ്ലോബൽ എക്കണോമിയെ ബാധിക്കുവാനായിട്ട് എന്താണാവോ കാരണം? നമ്മുടെ മാക്രോ എക്കണോമിക് ഫാക്ടറിനെ ഒന്ന് ചിത്രീകരിക്കണമെങ്കിൽ ഞാനൊരു ഉപമ പറയാം. അത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോണം. ഒരു ട്രെയിന് അതൊരു ഡയറക്ഷനിലോട്ട് അങ്ങ് വെച്ച് പിടിച്ച് പോവുകയാണ്, കിഴക്കോട്ട് വെച്ച് പിടിച്ച് അങ്ങ് പോവുകയെന്ന് വിചാരിച്ചു. അന്നേരം ട്രെയിനിനകത്തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അല്ലെങ്കിൽ ഒരു 10ഓ 20ഓ 30ഓ പേര് ആ ട്രെയിനകത്ത് തന്നെ പടിഞ്ഞാറോട്ട് വെച്ച് പിടിച്ച് നടന്നെന്ന് പറഞ്ഞാലും ഇറ്റ് വിൽ നോട്ട് മേക്ക് എനി എഫക്റ്റ്. ഈ മൈക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എപ്പോഴും മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിന് അധീനമായി തന്നെ ഇരിക്കും. ചില നല്ല ബെയർ മാർക്കറ്റ് ഒരു 10 നല്ല ന്യൂസ് വന്നെന്ന് പറഞ്ഞാലും ബെയർ മാർക്കറ്റ് ബെയറിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ബുൾ മാർക്കറ്റിൽ ഒരു 10 മോശം ന്യൂസ് വന്നെന്ന് പറഞ്ഞാലും അത് ബുള്ളായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ലോകത്തിലെ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്. ഇപ്പോഴത്തെ ഈ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് 6 മാസത്തേക്ക് ഇനിയും ബെയർ റണ്ണിൽ തന്നെ കിടക്കുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഒരു മനുഷ്യനാണ്. നിങ്ങൾക്കറിയാവോ? ഇദ്ദേഹമാണ് ഇതിൻ്റെ മെയിൻ കാരണം. വേറെ പല കാരണങ്ങളുണ്ട്, പക്ഷേ ഇദ്ദേഹമാണ് ഇതിൻ്റെ മെയിൻ കാരണം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ട്രംപ് സാറ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പ്രസിഡൻ്റായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സുഹൃത്തുക്കളെ വെറുപ്പിച്ചുകൊണ്ടുള്ള ചില പരിപാടികളൊക്കെ ചെയ്തു. കാനഡയും മെക്സിക്കോയുമാണ് അടുത്ത അയൽക്കാർ. ദ നെയ്ബേഴ്സ്, ദ ക്ലോസസ്റ്റ് നെയ്ബേഴ്സ് ആരാണ്? കാനഡ, മെക്സിക്കോ. കാനഡയ്ക്ക് എതിരായിട്ട് 25% ടാരിഫ് അതിനും ഇതിനും എല്ലാം വെച്ചിട്ട് അങ്ങ് ബഹളം ഉണ്ടാക്കി. അന്നേരം കാനഡിയൻ എക്കണോമിയെ ഷേക്കപ്പ് ചെയ്തു. കാനഡിയൻ എക്കണോമിയെ ഷേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കാനഡക്കാരല്ല വേറെ ആരാണെങ്കിലും അവരൊന്ന് തിരിച്ചടിക്കും. ഇപ്പം കാനഡ തിരിച്ചായിട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് തിരിച്ചടിയ എന്താണെന്നറിയാമോ? കാനഡ അമേരിക്കയുടെ F-35 88 ഫൈറ്റർ ജെറ്റ്സിൻ്റെ ഓർഡർ കൊടുത്തായിരുന്നു. അതും ക്യാൻസൽ ചെയ്തു വയ്യാണ്. അതൊരു 88 ഫൈറ്റർ ജെറ്റ്സിൻ്റെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹ്യൂമങ്കസ് ഓർഡറായിരുന്നു. ആ ഓർഡറിനെ ഇപ്പോൾ അമേരിക്ക നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് പല പ്രൊഡക്ട്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ റിയൽ ഐഡിയോളജിയുടെ സെൻറ്ററിൽ ഇരിക്കുന്ന എന്തുവാണെന്നറിയാമോ? മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ്. അമേരിക്ക മറ്റുള്ളവർ രാജ്യങ്ങളുടെ മുകളിൽ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്ന എന്താണെന്നറിയാമോ? അതിൻ്റെ മിലിറ്ററി പവറും കൊണ്ട് തന്നെയാണ്, അല്ലാതെ വെറും എക്കണോമിക് പവറും കൊണ്ട് അല്ല. എക്കണോമിക് പവറാണെങ്കിൽ ജപ്പാൻ ഒരു എക്കണോമിക് പവർ അല്ലായിരുന്നു. പക്ഷേ ജപ്പാനെ തളർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ പവർ അമർത്തി പിടിക്കുമ്പോഴാണ് ജപ്പാൻ പോലുള്ള പവർ അവർ നെഗോഷിയേറ്റ് ചെയ്യുവാനായിട്ട് നെഗോഷിയേറ്റിംഗ് ടേബിളിൽ വരുവാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് യൂറോപ്പിലെ ജർമ്മനി, ഫ്രാൻസ് എന്നൊക്കെ പറയുന്ന പവർ. അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൽ ഉണ്ടാക്കുന്ന വെപ്പൺസിനെയും ഫൈറ്റർ ജെറ്റ്സിനെയും യുദ്ധപ്പടക്കോപ്പുകളെയൊക്കെ ടെസ്റ്റ് ചെയ്യുവാനും അതിനെ മാർക്കറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കാശുണ്ടാക്കുവാനും അമേരിക്കയ്ക്ക് ലോകത്തിൽ എപ്പോഴും എവിടെയും
ഒരു യുദ്ധം തുടങ്ങി വെക്കേണ്ടി വരും. അമേരിക്കൻ പ്രസിഡന്റ് അതുപോലെ നോക്കത്തുള്ളൂ. ഡ്വൈറ്റ് ജി ഐസൻ ഹവറിൻ്റെ സമയം മുതലാണ് ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാ പ്രസിഡൻസിനും ഇങ്ങനൊരു ഒരു ഇമ്പറ്റസ് ഉണ്ട്, ഒരു യുദ്ധം എവിടെയെങ്കിലും തുടങ്ങാമെന്ന്. എന്നിട്ട് അത് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ പ്രയോഗമാണ് ഇവിടെ നടക്കുന്നത്, എക്സ്പെരിമെൻറ്റ്സ് നടക്കും. അങ്ങനെ നടത്തിയൊരു സ്ഥലമാണ് വാർ ഓൺ ടെറർ. നമ്മുടെ ലോകം മുഴുവൻ വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞ സാധനം കൊണ്ട് നടന്നു. എന്നിട്ട് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇന്നലെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് എന്താണെന്നറിയാം, ഇറാനെ കംപ്ലീറ്റ്ലി ബോംബ് ചെയ്യുകയാണ്. ഇറാനു വേണ്ടി പ്രസിഡന്റ് ട്രംപ് ഒരു എഴുത്ത് കൊടുത്തു വിട്ടു. ആ എഴുത്തിനകത്ത് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, പഴയ ബാരാക്ക് ഒബാമയുടെ സമയത്ത് നമ്മൾ സൈൻ ചെയ്ത് അതൊക്കെ ക്യാൻസൽഡ്, ഇപ്പോൾ പുതിയ നെഗോസിയേഷന് വേണ്ടി നിങ്ങൾ വരിക, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഐ വിൽ ബോംബ് യു കംപ്ലീറ്റ്ലി ടു ഹെൽ. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അതിനുവേണ്ടി ആശാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഡിയഗോ ഗാർസിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഇന്ത്യൻ ഓഷ്യൻ്റെ നടുവിലുള്ള സ്ഥലമാണ്, ഒരു കൊച്ചു ഐലൻഡാണ്. അവിടത്തേക്ക് പല എയർക്രാഫ്റ്റ് കാരിയേഴ്സ് B-2 ബോംബേഴ്സ് വരെ കൊണ്ടുവച്ചിട്ടുണ്ട്. സോ ഗ്യാരൻറ്റീഡ്, ബിക്കോസ് ഇറാൻ്റെ ആ റിപ്ലൈ കണ്ടു കഴിയുമ്പോഴേ നമുക്കറിയാം പണി കിട്ടുമെന്നുള്ള കാര്യം. ഇറാൻ പറഞ്ഞു പോയി പണി നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഈഗോ എന്ന് പറഞ്ഞ സാധനമില്ല നമ്മുടെ വേൾഡ് ലീഡേഴ്സിന്, അത്ര ശരിയല്ല. നമ്മൾ ഈഗോ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെക്കാട്ടിൽ ഒത്തിരി പവർഫുള്ളായ ആളിനാണെങ്കിൽ അവരോട് ഒരു നയത്തിൽ ഇടപെടുന്നതാണ് ഇച്ചിരൂടെ നല്ലത്. അല്ലാതെ ഈഗോ വെച്ചിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. ആ കാര്യത്തിൽ നമ്മുടെ മോദിജി മിടുക്കനാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് മോദിജിക്കും ഈഗോയും ഒക്കെ ഉണ്ട്, പക്ഷേ ആശാൻ അത് എല്ലായിടത്തും ഒന്നും പ്രകടിപ്പിക്കാറില്ല. അങ്ങനെ വേണം വേൾഡ് ലീഡേഴ്സ്. ഇപ്പം ട്രംപിന് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഈസ് ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ദ വേൾഡ്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യും. പക്ഷേ മറ്റുള്ളവർ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇറാൻ്റെ ഈ ഖൊമേനി എന്ന് പറഞ്ഞ ഒരു വിഡി കൂഷ്മാണ്ഡമുണ്ട്. അദ്ദേഹത്തിന് അറിയത്തില്ല ഈ അമേരിക്കയുടെ 4 ബോംബ് ഇട്ട് പണി തീർക്കും ഇറാൻ്റെ. അന്നേരം ഇദ്ദേഹം ഈഗോ പറഞ്ഞിട്ടിരുന്നു. ഇപ്പം അമേരിക്ക ഗ്യാരൻറ്റീഡ് ഒരു അറ്റാക്ക് നടത്തിയിരിക്കും, പ്രോബബ്ലി ദിസ് വീക്ക് ഓർ മേ ബി നെക്സ്റ്റ് വീക്ക്. പക്ഷേ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആരാണ്? ഇസ്രായേൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യും. ഇസ്രായേലിനും ഇറാനെ അമേരിക്കയുടെ ത്രൂ ഒന്ന് തട്ടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇസ്രായേലിന് സമാധാനമാകും. അങ്ങനെ ഒരു കാര്യം നടന്നിരിക്കും. നടക്കുമ്പോൾ എന്താണെന്നറിയാമോ? വേൾഡ് എക്കണോമി, നമ്മുടെ ലോകത്തിൻ്റെ എക്കണോമി ഒരു ഡ്രാസ്റ്റിക് ഷിഫ്റ്റിലോട്ട് പോകും. പല കാര്യങ്ങൾക്ക് വില കൂടും, എസ്പെഷ്യലി പെട്രോളിയം പ്രോഡക്ട്സ്. അത് കഴിഞ്ഞിട്ട് അതിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടാണ് വേറെ പല കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. പിന്നെ വളരെ ഒരു അൺസ്റ്റെബിലിറ്റിയുടെ ഒരു ഫേസിൽ കൂടെ ലോകം പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് 6 months നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ശരിക്കും പൊങ്ങത്തില്ല. ബിക്കോസ് ഇപ്പോൾ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ, മിഡിൽ ഈസ്റ്റ്, ഈ വക കാര്യങ്ങളൊക്കെ അൺസ്റ്റേബിളായി ഇരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ അങ്ങ് പൊങ്ങി പോകുമെന്നുള്ള കാര്യം, അതൊക്കെ വെറും ഒരു ഡ്രീമിലിരിക്കത്തേ ഉള്ളൂ. അങ്ങനെയൊന്നും നടക്കത്തില്ല. വി വിൽ ഓൾസോ ബി ഇമ്പാക്റ്റഡ്. അതുകൊണ്ട് ഫോർ അനദർ 6 months വി വിൽ ഹാവ് ട്രബിൾ അറ്റ്ലീസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ട്രംപ് സാറിൻ്റെ പുതിയ പരിപാടികളൊക്കെ വേറെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റ് us see. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. ടിൽ വി മീറ്റ് അഗൈൻ. പീസ്.